വിളിച്ചവനോട് വല്ലതും പറഞ്ഞു കൊടുത്തോ? അതോ നിന്റെ മോളവനെ വിളിച്ചോ? ഇവരെല്ലാരും കൂടെ എന്താ കുറ്റിയും പറിച്ചുണ്ട്? അല്ല, ഇതെന്താ എല്ലാരും കൂടെ? വരൂ വരൂ, അകത്തേക്ക് വരൂ. മായേ, ഇതാരൊക്കെയാ വന്നേക്കുന്നത് നോക്കിയേ. ദത്തം വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു താൻ ഒറ്റയ്ക്കാ വരുന്നത്. ഏതായാലും നന്നായി, എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ. വരൂ വരൂ. എന്താ മോളെ അത്ഭുതപ്പെട്ട് നോക്കുന്നത്? ഞങ്ങളെ ഈ നേരത്തെ പ്രതീക്ഷിച്ചില്ലല്ലേ? ചുറ്റും അത്ഭുതങ്ങളാണല്ലോ നടക്കുന്നേ. എന്നാ പിന്നെ ഞങ്ങളും നിങ്ങളെ ഒന്ന് അത്ഭുതപ്പെടുത്താന്ന് വിചാരിച്ചു. അതിനകത്ത് സന്തോഷമുള്ള കാര്യമല്ലേ? വരും, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇനി പറയൂ, എന്താ വിശേഷം? വിശേഷം കുറച്ച് വലുതാ. ആ പറയൂ, കേക്ക കൊതിയായി. പൂജ മോളെ മടക്കി കിട്ടി. ഓ എന്റെ ഈശ്വര, മായ ഇത് കേട്ടില്ലേ? എന്നിട്ട് അവളിപ്പോ എവിടെയുണ്ട്? അവള് വളരെ സുരക്ഷിതയായി ചെമ്പകശ്ശേരിയിലുണ്ട്. സമാധാനായി. അല്ല, അവളെങ്ങനെ അവിടെ എത്തിയേ? ആദ്യയുടെ കൂടെ വന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ ചോദിച്ചില്ല. എന്തിനാ ചോദിക്കുന്നേ? അവളെ മടക്കി കിട്ടിയല്ലോ, അത് തന്നെ വലിയ ആശ്വാസം അല്ലേ മയേ? ഇതിൽ പറയൂ വിശേഷങ്ങൾ. അവർ രണ്ടും ഹാപ്പി അല്ലേ? അതെ, ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ കാണാൻ വന്നത്. ദത്തൻ ഒറ്റയ്ക്ക് വരാമെന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. ഇതുപോലൊരു കാര്യമൊക്കെ കുടുംബമായിട്ടൊന്ന് പറയുന്നതല്ലേ നല്ലത്. മോളെ തിരിച്ചു കിട്ടിയ കാര്യം പറയാൻ മാത്രമല്ല ഞങ്ങൾ വന്നത്. അവളെ ഞങ്ങൾക്ക് തന്നുകൂടെ എന്ന് ചോദിക്കാൻ കൂടിയാ. ശ്രീനിവാസൻ സാർ എന്താ ഒന്നും മിണ്ടാത്തെ? ഞങ്ങള് കുറച്ച് തിടുക്കം കാണിച്ചെന്ന് തോന്നുന്നുണ്ടോ? സാർ, ഞാനിത് മുത്തശ്ശിയോട് പറഞ്ഞതാ. ഇപ്പൊ ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റിയ സമയമല്ല, നമുക്ക് സാവകാശം സംസാരിക്കാന്ന്. അല്ല, അതെപ്പോഴായാലും സംസാരിക്കേണ്ട കാര്യം തന്നെയാണല്ലോ. ഇതിപ്പം കുറച്ച് ധൃതി കൂടി പോയിന്നല്ലേ ഉള്ളൂ. ആ സാരമില്ല, ഇതിപ്പോ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് പരിപൂർണ സമ്മതം അല്ലേടോ? മായ എന്താ ഒന്നും പറയാത്തത്? അല്ല, ഞാനിപ്പോ ശ്രീനി പറഞ്ഞല്ലോ. അതെ അതെ, ഞങ്ങൾക്ക് ഒരേ മനസ്സും ഒരേ അഭിപ്രായം. നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ? എന്താ സംശയം? അല്ലെങ്കിൽ തന്നെ അവളെ കണ്ടു കിട്ടുന്ന നിമിഷം ഇത് ഞങ്ങൾ അങ്ങോട്ട് വന്ന് ആലോചിക്കാനിരിക്കുകയായിരുന്നു അല്ലേ മായ? അവർ തമ്മിൽ അത്രയ്ക്ക് വലിയ ഇഷ്ടത്തിലായതുകൊണ്ടാണല്ലോ അവർ ഒളിച്ചോടിയത്. ഇനിയിപ്പം നിയമപരമായിട്ട് അവരെ ഒന്നിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. തീയതി മുഹൂർത്തമൊക്കെ പറഞ്ഞാൽ മതി, നമുക്കിത് ഭംഗിയായിട്ടങ്ങ് നടത്താം. എന്താ? അല്ലെങ്കിൽ തന്നെ നമ്മളെന്തിനാ ജീവിക്കുന്നേ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ? അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്.
അവരെ ഇങ്ങോട്ട് ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്നായിരുന്നു മുത്തശ്ശിയുടെ ആഗ്രഹം. പക്ഷെ അവര് തന്നെ അങ്ങ് മടിച്ചു. അത് പിന്നെ മടിക്കില്ലേ? പെട്ടെന്ന് ഒരുമിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ അവർക്കൊരു ചമ്മല് കാണില്ലേ? സാവകാശം മോളെ ഞങ്ങളിങ്ങ് എത്തിക്കാം. ഏയ് അത് വേണ്ട. അല്ല അതെന്താ? അത് പിന്നെ ആദ്യയുടെ മുത്തശ്ശി പറഞ്ഞതിന്റെ കാര്യം. ചമ്മലേ, അവൾക്ക് നമ്മളെ ഫേസ് ചെയ്യാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളായിട്ട് വെറുതെ എന്തിനാ വിഷമിപ്പിക്കുന്നേ? സാവകാശം മതി. അല്ലെങ്കിൽ തന്നെ അവള് നാളെ അവിടെ ജീവിക്കേണ്ട പെണ്ണല്ലേ. ഇപ്പോ ഒരു റിഹേഴ്സൽ ആയിക്കോട്ടെ, അല്ലേ മായ? അല്ല, ഏതായാലും ഇത്രയും വലിയൊരു ശുഭവാർത്തയായിട്ട് ഇവർ വന്നല്ലേ. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കുമോയെ? വേണ്ട വേണ്ട. അല്ല അത് വേണ്ട, ഞങ്ങൾക്ക് പോയിട്ട് തിരക്കുണ്ട്. എന്നാ പിന്നെ നിർബന്ധിക്കുന്നില്ല. ദേ, ഇനി ഇതുപോലെ എല്ലാരും കൂടെ വരുമ്പോ കുടിക്കാൻ മാത്രമല്ല, വിശാലമായിട്ട് കഴിച്ചിട്ട് പോയാ മതി. അല്ലേ അമ്മയെ? ഞാൻ വിചാരിച്ചാലും കോംപ്ലിക്കേറ്റഡാ കാര്യങ്ങള്. ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ആദ്യം എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? പൂജ, ഞാൻ അറിഞ്ഞില്ല പിടിച്ച പിടിയാലേ മുത്തശ്ശി ഇങ്ങനെ കാണിക്കുന്നു. തനിക്ക് വാ തുറന്ന് പറയായിരുന്നില്ലേ എന്ത് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലാന്ന്? എന്നാ പിന്നെ തനിക്ക് പറയായിരുന്നില്ലേ? ഞാൻ പറയുന്നതിലും കാട്ടി കുറച്ചുകൂടെ നല്ലത് താൻ പറയുന്നായിരുന്നില്ലേ? അതെന്താ? എന്നോട് പ്രണയില്ലാന്ന് വിളിച്ചു പറയണേ തന്റെ ആവശ്യമില്ലേ? ഓ അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? എന്റെ പൂജ, താൻ കണ്ടതല്ലേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കിടന്ന് അനുഭവിക്കുന്നത്. ഞാൻ എന്നെ കരുതിയൊന്നുമല്ല ഇങ്ങോട്ട് വന്നത്, തന്റെ സേഫ് സൈഡ് നോക്കിട്ട് തന്നെയാ. ആ സേഫ് സൈഡ് എനിക്ക് വേണ്ടെങ്കിലോ? പിന്നെ താൻ എന്തെടുക്കാൻ പോവാ? അതെന്തിനാ താൻ അറിയുന്നേ? ഓഹോ, ആത്മഹത്യ ചെയ്യാൻ പോവായിരിക്കും അല്ലേ? ആ അതെ, ആണെന്ന് തന്നെ വെച്ചോ. പൂജ, ഇപ്പൊ നോയിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. എന്റെ അച്ഛൻ ഇപ്പൊ വരും എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിന് ഞാൻ തന്നെ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? വിട്ടുകൊടുക്കാതിരിക്കാൻ താനുണ്ട് ആരാ? ഭർത്താവാണോ? കാമുകനോ? അതോ കൂടെ പിറപ്പോ? പറ. പൂജ, പൂജ നിക്ക. സത്യം പറയാലോ, വിളക്ക് വെച്ച് പൂജമുള കയറ്റി ഇന്ന് നിങ്ങൾക്ക് തരേണ്ടത് ജ്യൂസ് അല്ല, പാല. അത് രാത്രിയിലായിക്കോട്ടെ അല്ലേ? അതോ ഇനി നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി ആചാരപ്രകാരം കല്യാണം കഴിച്ചിട്ടേ ഉള്ളോ ആദ്യ രാത്രി? തൽക്കാലം ഈ ജ്യൂസ് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. മുത്തശ്ശി പൂജമോളുടെ വീട്ടിൽ നിന്ന് മടങ്ങി വന്നിട്ട് ബാക്കി കാര്യം നമുക്ക് വിശദമായിട്ട് തീരുമാനിക്കാം. കുടിക്കും. മുത്തശ്ശിയുടെ പോക്ക് കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളെ പിടിച്ച് കെട്ടിക്കുന്ന എനിക്ക് തോന്നുന്നത്. അല്ല ചേച്ചി, ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? അല്ല, ഇത്രയും കാലം ഒരുമിച്ച് കഴിയുമ്പോ ആർക്കായാലും അങ്ങനെ ഒരു പൂതി തോന്നാലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഗോമതി ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഒന്ന് പോയേ. ഞാൻ പോയേക്കാം. അയ്യോ, നമ്മള് സ്വർഗത്തിലെ കട്ടുറുമ്പോ ഒന്നും ആവുന്നില്ലേ? അയ്യോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. തീയതിയും മുഹൂർത്തമൊക്കെ കുറിച്ച് അറിയിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് രണ്ടു കൂട്ടർക്ക് ഇരുന്ന് സംസാരിച്ചിട്ട് തീരുമാനിക്കാം. ഓ എന്താ ദത്ത, അതുപോലെ? അത് മതി. എന്നാ ശരി. അല്ല മായ, നിനക്ക് നിന്റെ മോളോട് പറഞ്ഞയക്കാൻ വർത്താനൊന്നുമില്ല? അല്ല, ഒരുപാട് കാലം കൂടി അവളെ കണ്ടു കിട്ടിയതല്ലേ. എന്തെങ്കിലും പറഞ്ഞോളൂ, മുത്തശ്ശി അറിയിക്കും അല്ലേ? അതിനിപ്പോ എന്തിനാ ഞാൻ പോയി പറയുന്നത്? മായമോൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാലോ. അത് ശരിയാ. അവരമ്മയും മോളും കൂടെ നേരിട്ട് എന്താച്ചാ പറയട്ടെ, അതല്ലേ സന്തോഷം. അങ്ങനെയെങ്കിൽ അങ്ങനെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ശരി. ഓ ശരി ശരി. മായ